അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം, സെക്കൻഡ് ടേം എക്സാം ഡിസംബർ പകുതിയോടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം, സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ നോക്കിയിട്ട് പോകണം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററിലും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതാനുള്ള അതിൻ്റെ സ്പെല്ലിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും പിന്നെ മിക്കവാറും എക്സാമിന് താഴെ ടേബിളിലായിട്ട് അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ പേരുകൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷേ ആ താഴെയുള്ള പേര് കണ്ടാൽ അത് ഇന്നതാണ് എന്ന് ഏകദേശം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനെങ്കിലും പറ്റണം. കറക്റ്റായിട്ട് സ്പെല്ലിങ് അറിയില്ലെങ്കിലും താഴെ ആ സ്പെല്ലിങ് കാണുന്ന സമയത്ത് അത് ഇന്നതാണ്, ജിറാഫ് എന്ന് കാണുമ്പോൾ അത് ജിറാഫാണ് എന്ന് അത് മനസ്സിലാക്കാനെങ്കിലും പറ്റണം. എങ്കിൽ മാത്രമേ നമുക്കത് ഫില്ല് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ബ്ലാങ്ക് എന്നിട്ട് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിന്ന് എടുത്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ആൻസർ മിക്കവാറും താഴെ കൊടുത്തിട്ടുണ്ടാകും, അതിൽ നമ്മൾ എടുത്ത് എഴുതുക മാത്രമേ ചെയ്യേണ്ടൂ. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ പഠിച്ചു വെക്കുക. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ആണെങ്കിൽ മങ്കി, ബിയർ, റൂസ്റ്റർ, മൗസ്, അതുപോലെ ഫോക്സ്, അങ്ങനെയുള്ള കുറേ പേരുകളുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ ബട്ടർഫ്ലൈ, റെയിൻ, കൈറ്റ്, അങ്ങനെയുള്ള പേരുകൾ. പിന്നെ കാറ്, ബസ്, അതൊക്കെ പഠിച്ചു വെക്കുക. പാരോട്ട്, പിന്നെ റോബോട്ട്, അംബ്രേല, ക്യാപ്പ്, എലിഫൻറ്റ്, അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ കളേഴ്സ്, നമ്മൾ മെയിനായിട്ടുണ്ടാകുന്ന റെഡ്, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെയുള്ള കളേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പിക്ചറൊക്കെ തന്നിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ബട്ടർഫ്ലൈനെ തന്നാൽ അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ബട്ടർഫ്ലൈയുടെ പിക്ചർ തന്നിട്ട് അതിനെക്കുറിച്ചിട്ടൊരു 4 വരി എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ കൈറ്റ് തന്നാൽ ആ കൈറ്റിനെ കുറിച്ചിട്ട് ഒരു 4 വരി എഴുതാൻ വേണ്ടിയിട്ട്. റെയിനിനെ കുറിച്ചിട്ട്. ഈ കാറൊക്കെ തരികയാണെങ്കിൽ നമുക്ക് ബിഗ്, സ്മോള്, അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ച് എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തരും. അതായത് ചെറിയൊരു കാറിൻ്റെ പിക്ചർ കൊടുത്തിട്ട് അതിന് ഒരു കളറും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ, ദ കാർ ഈസ് സ്മോൾ, അങ്ങനെയുള്ള സെൻറ്റൻസൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തരും. അതായത് സ്മോൾ എന്നുള്ളത് ഫില്ല് ചെയ്യേണ്ട രീതിയിൽ അവർ ഒഴിച്ചു കൊടുത്തിട്ട് താഴെ സ്മോള്, ബിഗ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ താഴെ ടേബിളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് എടുത്തിട്ട് എഴുതിയാണ് വേണ്ടത്. അപ്പോൾ ചെറുത് എന്ന് പറഞ്ഞാൽ സ്മോളാണ്, ബിഗ് വലുതാണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് കാർ ഈസ് ഡാഷ് എന്ന് എഴുതിയാൽ സ്മോളാണോ ബിഗ് ആണോ എന്ന് നോക്കിയിട്ട് താഴെ നിന്ന് അത് ആ വാക്കെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ ഇതിൽ വരുന്ന ബാക്ക് ടു ഗ്രീൻ എന്ന ചാപ്റ്ററിൽ ജില്ല്, ഡില്ല്, റില്ല്, ഇങ്ങനെയുള്ള 3 പാരോട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ 3 പാരോട്സിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ബിഗ് ബെക്ക്, അതായത് ജിൽ ഹാസ് എ ബിഗ് ബെക്ക് ഉണ്ട്. അതുപോലെ ദില്ലിന് ലോങ് ലെഗ്സ് ആണ്, റില്ലിന് റെഡ് റിങ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതും കൃത്യമായിട്ട് പഠിക്കുക. ഓരോന്നിൻ്റെ പേരും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ ഷുവറായിട്ടും ഒരു കോൺവെർസേഷൻ ഉണ്ടാകും. ആ കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും. ചെറിയ എന്തെങ്കിലുമൊക്കെ വാക്ക് മാത്രമേ അതിൽ എഴുതാൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ആ ഓരോ സ്റ്റോറിയും കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആ കോൺവെർസേഷനിൽ എന്തായാലും എഴുതേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. ആ സ്റ്റോറി, ഓരോ ചാപ്റ്ററിലെയും സ്റ്റോറി ആയാലും പോയമായാലും അതെന്താണെന്നുള്ളത് അതിൻ്റെ ശരിക്കും മീനിങ് മനസ്സിലാക്കണം. പിന്നെ മാച്ച് ചെയ്യാനായിട്ടുണ്ടാവുക. അതായത് പിക്ചർ തന്നിട്ട് ഒരു സൈഡ് പിക്ചർ തരും, ഒരു സൈഡ് ഡിസ്ക്രിപ്ഷൻ തരും. അപ്പോൾ ആ പിക്ചറിന് മാച്ചായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകും. നമ്മൾ ചേരുമ്പടി ചേർക്കുക ആ സംഭവം. അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ട് ഏകദേശം മാച്ചായിട്ട് അതിലത്തെ വാക്കുകളൊക്കെ നോക്കിയിട്ട് ആ മാച്ചായിട്ടുള്ള സെൻറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് നമ്മൾ പറഞ്ഞത്. ഓരോ സ്റ്റോറി ആയാലും ഇതായാലും ആ കംപ്ലീറ്റ് സ്റ്റോറി, ആ ചിത്രം അവരുടെ മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ചിത്രത്തിന് മാച്ചായിട്ട് ഇപ്പുറത്തൊരു സെൻറ്റൻസ് വരുമ്പം അതേതാണെന്ന് മനസ്സിലാക്കി മാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റൂ. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത്
നമ്മൾ മുകളിൽ, താഴെ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഓൺ, അണ്ടർ, ഇൻ, അതുപോലെ ഫാർ, നിയർ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, പിന്നെ ഓൺ ദ വോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് മുകളിലിരിക്കുന്നു, ഇപ്പോൾ പൂച്ച മുകളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ടേബിളിന് മുകളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓൺ ദ ടേബിൾ എന്നാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കണം. അവിടെ ഓൺ എന്നുള്ളിടത്ത് അവർ ബ്ലാങ്കായി കൊടുക്കും. അപ്പോൾ നമുക്കത് ഓൺ ആണ് എഴുതേണ്ടത്, അണ്ടർ അല്ല എന്ന് തിരിയണം. അപ്പോൾ മുകളിൽ എന്ന് പറയുന്നത് ഓൺ ആണ്, താഴെ അണ്ടർ ആണ്, ഇന്ന്, ഔട്ട്, അതുപോലെ ഓൺ ദ വോൾ, ക്ലോക്ക് ഈസ് ഓൺ ദ വോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പിക്ചർ കൊടുത്തിട്ട് കളർ ചെയ്യാനായിരിക്കും. അത് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നൊരു സംഭവമാണ്. ഒന്നുകിൽ പിക്ചർ വരയ്ക്കാനുണ്ടാകും, അല്ലെങ്കിൽ പിക്ചർ കൊടുത്തിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകും. പിന്നെ ഇവർക്ക് ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ലൈൻ കൂട്ടിച്ചേർക്കാനുണ്ടാകും. ഒരു 4 ലൈൻസ് വന്നിട്ട് നെക്സ്റ്റ് 4 ലൈൻസ് കൂട്ടിച്ചേർക്കാൻ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഫസ്റ്റ് കൊടുത്ത 4 ലൈൻസിലെ 3 ലൈൻസും രണ്ടാമത് വരുമ്പം റിപ്പീറ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ കുട്ടികൾക്ക് കണ്ടാൽ മനസ്സിലാകില്ല, അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ശരിക്കും എന്തായിരിക്കും, അതിൽ 3 ലൈൻസും നമുക്ക് റിപ്പീറ്റായി എഴുതേണ്ടതായിരിക്കും. ആകെ 4th ലൈൻ മാത്രമേ ഇവർ എക്സ്ട്രാ എഴുതേണ്ടി വരുള്ളൂ. പക്ഷേ അവർ 4 ലൈൻസും ബ്ലാങ്കായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് നമ്മളെ ആക്ടിവിറ്റി ബുക്കിലുണ്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ട് കൃത്യമായിട്ട് മക്കൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. ആദ്യത്തെ 3 ലൈൻസ് അല്ലെങ്കിൽ ആദ്യത്തെ 2 ലൈൻസ് റിപ്പീറ്റ് ആണ്, അതങ്ങനെ തന്നെ എടുത്ത് എഴുതണം. എന്നിട്ട് നെക്സ്റ്റ് ലൈൻ മാത്രമേ നമുക്കത് മാറ്റാനുള്ളൂ. ചിലപ്പോൾ ഒരു ലൈൻ തന്നെ കംപ്ലീറ്റ് മാറ്റാനുണ്ടാവില്ല, ജസ്റ്റ് ഒരു വേർഡൊക്കെ മാറ്റി എഴുതാനുണ്ടാവുള്ളൂ, ബാക്കി ഫുൾ റിപ്പീറ്റ് ആയിരിക്കും. പക്ഷെ അവർക്കത് മനസ്സിലാകണം, അത് റിപ്പീറ്റാണ് എഴുതേണ്ടത് എന്ന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ക്രിസ്മസ് എക്സാമിലേക്ക് പഠിക്കേണ്ടത്. ഒരു കോൺവെർസേഷൻ ഉണ്ടാകും. കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഏത് ചാപ്റ്റർ എന്ന് വരും നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററിലെയും സ്റ്റോറി ആയാലും പോയമായാലും കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഒരു പോർഷൻ, ആ സ്റ്റോറിയിലത്തെ ഒരു പോർഷൻ കൊടുത്താൽ അത് ഇന്നതായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇപ്പോൾ ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു പോയം ബ്ലാങ്കാക്കി കൊടുത്തിട്ട് വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഒരു അംബ്രേല കൊടുത്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടാവും. ഡിസ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കുട്ടികൾക്ക് അറിയുന്ന സിമ്പിൾ വേർഡ്സ് വെച്ചിട്ട്, അതായത് ബ്യൂട്ടിഫുൾ ആണ്, അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ് അത് വെച്ചിട്ട് അത് ബിഗ് ആണോ സ്മോൾ ആണോ എന്നത്, അതിന് ഇന്ന കളറാണ്, അങ്ങനെയുള്ള കുഞ്ഞു വേർഡ്സ് വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു 2-3 ലൈൻസ് മാത്രമേ അവർക്ക് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ ബിഗ്, സ്മോൾ, ബ്യൂട്ടിഫുൾ, അതുപോലെ 1-2 കളേഴ്സിൻ്റെ പേര്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഒരു പിക്ചർ കാണുമ്പോൾ അതെന്താണെന്നുള്ളത് മാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റണം. പിന്നെ ഇൻ, ഔട്ട് അങ്ങനെയുള്ള 1-2 സംഭവങ്ങൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഓരോ ചാപ്റ്റേഴ്സിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരും, നമ്മൾ പാരോട്ട്, എലിഫൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോ ചാപ്റ്ററിലും ഇന്ന ആൾക്കാർ അവരുടെ പേരും കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഇത്രയൊക്കെ അവരിൽ പഠിക്കാനുള്ളത്. അത് ഏറ്റവും കുറച്ചൊരു ടഫായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ലൈൻ ആഡ് ചെയ്യുക എന്നുള്ള സംഭവമാണ്. അതതിൻ്റെ ആ ഒരു ട്രിക്ക്, ആ ഫസ്റ്റ് റിപ്പീറ്റേഷൻ വരുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ അവയ്ക്ക് അത് കുറച്ച് ഈസി ആവും. പിന്നെ ഇത് കോൺവെർസേഷനും കുറച്ച് ടഫായിരിക്കും. അതും ഏകദേശം കുറച്ച് വാക്കൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇതൊക്കെയാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഇപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക.